അത് കഴിഞ്ഞപ്പോ ഈ നോണ നോണ എന്ത് ചെയ്തു? നോണ അവിടെ അത് കുറച്ച് കരുതിയിട്ടായിരുന്നു. കാറ്റ് വന്ന് പോകുന്ന ആൾക്കറിയാം. അയാളെ ഡ്രസ്സ് വെച്ചിട്ട് ഒരു കല്ല് അതിന്റെ മുകളിൽ വെച്ചു. എന്നിട്ട് അപ്പൊ നോക്കിയപ്പോ അത് പോയില്ല, പറഞ്ഞില്ല, അവിടെ ഉണ്ട്. അതാണ് കല്ല് വെച്ച നോണ. അങ്ങനെയാണ് വന്നത്. പിന്നെ ന്യായം കയറിയപ്പോ ന്യായം അതിലേറെ ഒന്ന് കണ്ടു. അയാളൊരു മരത്തിന്റെ മുകളിൽ കെട്ടിയിട്ടാണ് കുളിച്ചത്. ഡ്രസ്സൊക്കെ അതിന്റെ മുകളിൽ വെച്ചിട്ടാണ് കുളിച്ചത്. അയാൾ പതുക്കെ മരത്തിന്റെ മുകളിൽ കയറി ആ ഡ്രസ്സൊക്കെ എടുത്ത് ഇങ്ങനെ ഇറങ്ങുമ്പോ കൊമ്പൊടിഞ്ഞ് ആള് താഴ്ത്തി കൊടുക്കും. അപ്പൊ കാല് മുറുക്കി. അപ്പൊ ഇയാൾക്ക് നടക്കാം. അതാണ് ഈ മറ്റെന്താ തൊണ്ടിന്യായം. ന്യായം തൊണ്ടിന്യായം. എന്താ മുടന്തൻ ന്യായം എന്ന് പറയുന്നത്. അതാണ്. പിന്നെ ബാക്കി ഒരാള് അന്യായം. ന്യായം അന്യായമാണോ? പിന്നെ ആ അന്യായം അയാളെന്താ വെച്ചാൽ അയാളുടെ ഡ്രസ്സിൽ നിന്ന് പകുതി ഈ സത്യത്തിന് അയാൾ പാവം നഗ്നനായിട്ട് നിൽക്കല്ലേ, അയാൾക്ക് കൊടുത്തു. പകുതി ഒരു മുണ്ട് പകുതി കിട്ടി അയാൾക്ക് കൊടുത്തു. അയാൾക്ക് സന്തോഷമാണ്, അനുഗ്രഹിച്ചു. കരികാലത്ത് എൻ്റെ സ്ഥാനം തനിക്കാവും, തനിക്ക് വളരെ പ്രസക്താനാവും എന്ന് പറഞ്ഞു. ഈ വ്യവഹാരാദി കാര്യങ്ങളിൽ തനിക്ക് മുൻഗണന കിട്ടുമെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അതാണ് കോടതികളിലൊക്കെ പോയാൽ നമ്മൾ അന്യായം കൊടുക്കലുള്ളൂ, ന്യായം കൊടുക്കലില്ല. നോക്കി കോടതിയിലെ നോക്കിയിട്ടോ, അന്യായം ഫയൽ ചെയ്തു എന്നാ പറയുള്ളൂ, ന്യായം ഫയൽ ചെയ്തെന്ന് പറയില്ല. അതാണ് അങ്ങനെ വരാൻ കാരണം.